ഹായ് ഹലോ. നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ക്രീമി പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് ബട്ടറോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുറച്ച് സവോള ഇവയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് സോൾട്ടും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണേ. ആ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പശുമ്പാലാണ് യൂസ് ചെയ്യുന്നത്. ആ പശുമ്പാൽ നന്നായിട്ട് മൈദയായിട്ട് നല്ല ക്രീം ടെക്സ്ചർ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതാക്കി നോക്കരുതേ. അതിന് ശേഷം അതിലേക്ക് ആ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ വെജിറ്റബിളും ആ സോസ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് എന്തെങ്കിലും കുറച്ച് മോസറല്ല ചീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ചീസിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചീസ്. അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചീസ് തന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.